ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചൊന്ന് പള്ളിയിൽ പോയി നോക്കിയേ. അന്നത്തെ ദിവസം ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എപ്പോഴും നമുക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. എനിക്ക് അനുഭവം ഉണ്ടാ. എനിക്ക് ഈ രാവിലെ തന്നെ കുറേ നേരം കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. 7:30 വരെയൊക്കെ കിടന്നുറങ്ങാറുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് ചെകുത്താൻ്റെ തട്ടിപ്പൊക്കെ വരും, ചെറിയൊരു മടിയൊക്കെ വരും. എന്നാലും എഴുന്നേറ്റ് പള്ളിയിൽ പോകും. നമ്മൾ രാവിലെ കുളിച്ച് പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ കൂടെ എൻ്റെ ഇഷാൻകുട്ടനും വരാറുണ്ട്. വീട്ടിൽ ജെനിയും പിള്ളേരും ഇതേപോലെ അവരും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ സെമിത്തേരിയിലൊക്കെ പോയി മരിച്ചവിശ്വാസികൾക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പിലോമക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ ഒരു ദിവസം ഇപ്പോൾ ആരംഭിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കും മനസ്സുകൊണ്ട് ഭയങ്കര ഒരു കൂളായിരിക്കുമല്ലോ. ഇന്ന് കാലത്ത് തന്നെ ഇഷാന് പൂരി വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കുഞ്ഞു പൂരി ഉണ്ടാക്കി. ചാപ്പിക്ക് വേണ്ടി അധികം വലിപ്പമൊന്നും ആക്കാറില്ല. അവന് കുഞ്ഞു കുഞ്ഞു പൂരിയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ സ്റ്റോൺ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാനും ഇഷാനും അപ്പച്ചനും ഉള്ളത് മാത്രം മതിയല്ല. അപ്പോൾ അവന് ക്ലാസ്സിൽ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണ്ട. ഇന്ന് സ്കൂളിൽ എന്തോ ടീച്ചേഴ്സിൻ്റെ എന്തോ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. അതുകൊണ്ട് ചെക്കൻ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പം ഞാൻ പൂരിയും കറിയും ഒക്കെ വേഗം സെറ്റാക്കി ഷോപ്പിൽ പോണതിന് മുമ്പ് എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് പോകാനായിട്ട്. ഉച്ചക്കാലത്തുള്ള ലഞ്ചിനും എല്ലാം റെഡിയാക്കണം. ചായയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഉച്ചക്കാലത്തൊക്കെയുള്ള റെഡിയാക്കണം. അങ്ങനെ പെട്ടെന്ന് കുറച്ച് പൂരിയൊക്കെ അങ്ങോട്ട് വേഗം ഉണ്ടാക്കി വെച്ച് പിന്നെ ഷോപ്പിലൊക്കെ പോയി. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും ഭയങ്കര ടയേർഡായിരുന്നു. ഒന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കര വേദന. അപ്പം ഞാനിങ്ങനെ റോഡിലോട്ട് നോക്കി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. സ്റ്റിച്ചിങ് കുറേ ഉള്ള ദിവസം ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇഷാൻകുട്ടൻ വരക്കലും പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചേരെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. ഞാനും എൻ്റെ മോനും കൂടെ ഉള്ള ലോകവും. എന്നാലും നമുക്കങ്ങനെ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റിച്ച് ചെയ്യാനുള്ളപ്പോൾ ടൈമും ഉണ്ടാവില്ല. പക്ഷെ ഇന്നിപ്പോൾ അധികമൊന്നുമില്ല. ഇന്ന് സ്റ്റിച്ച് ചെയ്യാനിരുന്നത് ഈ മെറ്റീരിയലായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരത്തിനുള്ളിലൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞില്ല.